ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് ആ ഒട്ടകം ഇങ്ങനെ നോക്കുന്നത് കാണിച്ചു. സഹാബാക്കളെല്ലാവരും അന്തം വിട്ടുപോയി. പലരും പിടിക്കാൻ ചെന്നു, പക്ഷെ ആർക്കും അത് വഴങ്ങുന്നില്ല. അങ്ങനെ നടന്നിട്ട് മദീനയിലെ മരുഭൂമിയിൽ കരഞ്ഞങ്ങനെ ഒരു തുള്ളി വെള്ളം ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും ആരും കൊടുത്തിട്ട് കുടിക്കാൻ തന്റെ യജമാനന് യാത്രയായല്ലോ എന്ന് പറഞ്ഞു എന്ന് നീ അതായിരിക്കും അതിന്റെ മനസ്സിൽ സ്വഹാബാക്കൾ എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതങ്ങനെ ഒരാളും മഹാന്മാരായ സ്വഹാബാക്യറാം അതിന്റെ കയറ് പിടിക്കാറുണ്ടായിരുന്ന സ്വഹാബാക്കൾ പോലും പിടിച്ചിട്ട് വഴങ്ങുന്നില്ല. അത് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്ന് വളരെയധികം വിഷമിച്ചുകൊണ്ട് അതാ ആ മരുഭൂമിയിൽ അത് മരണപ്പെടുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി അവർ യാത്ര ചെയ്ത ഒരു മൃഗം അത്രമാത്രം അവിടുത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ വിശേഷ ബുദ്ധി നിന്നും നമ്മളെ സ്നേഹിക്കാം. അത് കുഫ്രിയത്തല്ല, അത് ശിർക്കല്ല. രോഗം വെല്ലുവിളിച്ചാലും നിരവധി തെളിവുകൾ ഞാൻ നിരത്തി തരാം. അത്രമാത്രം ഹബീബായ റസൂലുള്ളാഹി തങ്ങളവர்கள் നടന്നു പോകുമ്പോൾ കല്ലുകളാ ഷഹാദത്ത് കലിമ ചൊല്ലാൻ വേണ്ടി പറയുന്നു. നബിയെ, ഞങ്ങളെ മുസ്ലിമാക്കണം, ഞങ്ങൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരണം. അതാ കല്ലുകളോട് ഹബീബായ റസൂലുള്ളാഹി ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നു. അവരതേറ്റ് ചെല്ലുന്നു. എന്നിട്ട് കല്ലുകൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളവർക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നടക്കുമ്പോൾ മരങ്ങൾ നബിയെ, ഞങ്ങൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരോ നബിയെ, ചൊല്ലിക്കൊടുക്കുകയാ. എന്നിട്ട് മരങ്ങൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയുക. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാ. ഇത് വെറുതെ പറയുന്നതാണ്. മരങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി അത് ഏറ്റു പറഞ്ഞു, അവിടത്തേക്ക് സലാം പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സലാം മടക്കി ഭാഗ്യം സിദ്ധിച്ച അങ്ങനെ എത്ര കല്ലുകൾ മക്കയുടെ മണലാരുണ്യത്തിൽ, മക്കയുടെയും മദീനയുടെയും ചുറ്റുഭാഗങ്ങളിൽ ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്നേഹിച്ച എത്ര മരങ്ങൾ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെപ്പോലുള്ള മഹാന്മാർ കണ്ട ചരിത്രമുണ്ട്. ഒരു വീട്ടിലേക്ക് പോയതാ. ആ വീട്ടിന്റെ അടുത്തേക്ക് പോയപ്പോ വീട്ടുകാര് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുക. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി വാതിലടച്ചിട്ട് കണ്ടപ്പോ അവിടെ നല്ല ചൂടുള്ള സമയം. ആ ഒരു മരത്തിന്റെ തണലിൽ അവിടെ നിന്നു ഒരൽപ്പം അവിടെ വിശ്രമിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നു. സഹാബി വന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നോക്കുമ്പോ ഈ മരത്തിന്റെ ചൂട്ടിൽ നിൽക്കുക. അതിനുശേഷം ഹബീബായ റസൂലുള്ളാഹി ആ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ആ സ്വഹാബി ഒരു ദിവസമില്ലാതെ രാവും പകലും ആ മരുഭൂമിയിലുള്ള ആ മരത്തിന് വെള്ളം കൊടുക്കുമായിരുന്നു. മറ്റുള്ള കൂട്ടുകാരെ ചോദിച്ചപ്പോ പറഞ്ഞതെന്തറിയോ? എന്റെ ഹബീബായ റസൂലുള്ളാഹി
തങ്ങൾ അവർക്ക് തണല് കൊടുത്ത മരമാണ്, ചൂടിൽ നിന്ന് രക്ഷ കൊടുത്ത മരമാണ്. അദ്ദേഹം റൂഹ് പിടിക്കുമ്പോൾ മരണപ്പെടുന്നു പറഞ്ഞത്, മക്കളെ കുറിച്ച് വസിയത്ത് പറഞ്ഞത്, എന്റെ മുതലുകൾ എടുത്തോളി, നിങ്ങൾ ഇത്ര എടുത്തോളി എന്നല്ല പറഞ്ഞത്. നിങ്ങൾ എന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവർകളിൽ നിന്നും തണല് കൊടുത്ത ആ മരം നിങ്ങൾ മുറിച്ചു കളയരുതേ, അതിനെന്നും വെള്ളം കൊടുക്കണേ മക്കളെ. നിങ്ങൾ ഹയാത്തുള്ള കാലത്തോളം ആ മരത്തിൽ നിങ്ങൾ വെള്ളം കൊടുക്കണേ. തങ്ങൾ അവർക്ക് തണല് കൊടുത്ത മരമാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മനുഷ്യന്മാരെ മാത്രമല്ല, പറവകൾ മാത്രമല്ല, പക്ഷികൾ മാത്രമല്ല, എല്ലാവരും ആദരിച്ചിരുന്നു. ഹബീബായ റസൂലുള്ളാഹി പ്രസവം നടക്കാൻ പോകുന്ന സമയം, റബീഉൽ അവ്വൽ 12 സുബ്ഹിയോടടുത്ത സമയം, പ്രസവമാണെന്നുള്ള യാതൊരു വേദനയോ ആവരാതി വേദന ഒന്നുമില്ല. സാധാരണ പോലെ റൂമിൽ കിടക്കുകയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹാ. ആ പ്രസവം അടുത്തുവതാ പ്രത്യേകിച്ചൊരു സുഗന്ധം വരുന്നു, 4 ഭാഗത്തു നിന്ന് കസ്തൂരി സുഗന്ധം വരുന്നു. താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല പ്രത്യേകമായ സുഗന്ധം വരികയാ. മഹദി അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ സമയത്താണ് ഒരു വെള്ളപ്രാവ് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹാ മഹദി അവരുടെ വയറ്റിലൊന്ന് കലവീറ്റങ്ങൾ പോകുന്നു. ഹബീബായ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി പ്രസവം നടക്കുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ മനുഷ്യന്മാര് മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, പക്ഷികളല്ല, ചരിത്രം പറഞ്ഞില്ലേ. അതാ നിങ്ങൾ ഓതുന്ന മങ്കൂസോലിന്റെ വരിക ഞാൻ നിങ്ങൾക്ക് പാടുന്നത്. ചൊല്ലിത്തന്നതിന് ശേഷം ചൊല്ലിത്തരാൻ വേണ്ടി പറയാ മരങ്ങളും കല്ലുകളും. എന്നിട്ടാ പറയുന്നത് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പൊ ഒരു സംശയം ഉണ്ടാവുമല്ലോ അല്ലേ? നേരത്തെ ഇമാം ഹുസൈൻ തങ്ങളെ കഥ പറഞ്ഞപ്പോ ആരാ പറഞ്ഞത്? ഇമാം ഹുസൈനോട് എനിക്കൊക്കെ പെട്ടെന്ന് വെച്ച ആരാ പറഞ്ഞത്? ഒരു ചെറിയ പക്ഷി അല്ലേ? മറന്നുപോയാ പറഞ്ഞത് ഇമാം ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവர்கள் റസൂലുള്ളാഹിനെ മദീനയിലാക്കാൻ പറഞ്ഞു ചെറിയ പക്ഷി, അതിന് മുക്കിൽ മണൽ കൊണ്ടുപോയിട്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ പക്ഷികളാകട്ടെ മൃഗങ്ങളാകട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ കഴിയാത്തൊരു കാര്യം ലോകത്തില്ല, നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ പക്ഷികൾ നമ്മുടെ മൃഗങ്ങളെല്ലാം ആദരിച്ച് സ്നേഹിച്ച് പ്രിയം വെച്ചവരാണ് ഹബീബായ റസൂലുള്ളാഹി. മൃഗങ്ങൾ അങ്ങനെ ഉപയോഗിച്ചത് ആ ഒട്ടകം സഹാബത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ചരിത്രം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഒരു തുള്ളി വെള്ളം പിന്നിൽ കുടിക്കാതെയാണ് ആ ഒട്ടകം ആ വേദനയിൽ വഫാത്തായി പോയത്. ചരിത്രം രേഖപ്പെടുത്തി. ആ നബിയെ പ്രിയം വെക്കാതെ നമ്മൾ ജീവിച്ചിരുന്ന കാര്യമില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പുരുഷന്മാരും സ്ത്രീകളും വേഗത്തിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ബാക്കി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. حبيباയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഉറൂസിന്റെ ഭക്ഷണം ഒരു മണി ചോറ് പോലും കളഞ്ഞു പോകാതെ അതോട് കൂടി നീയത്തിന് കഴിക്കും. കഴിച്ചുടനെ ഒന്ന് പോയാൽ ഒന്നോടത്ത് വേഗം വരിക, എന്നിട്ട് വേണം നമുക്ക് ദുആ ചെയ്യാൻ. നമ്മൾ വന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു ഇജാബത്ത് തരുമാറാകട്ടെ. ഭക്ഷണം കഴിച്ച് ഒന്നോടത്ത് വേഗം കുറഞ്ഞ് അത് കഴിഞ്ഞ് മദീന